അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് തീഗോളമായി മാറിയത്. 230 യാത്രക്കാരും 12 ജീവനക്കാരും ഉൾപ്പെടെ 242 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഈ 242 പേരും മരണപ്പെട്ടു എന്നത് രാജ്യത്തെ നടുക്കുന്ന വാർത്തയായി മാറി. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാനാപകടങ്ങളിലൊന്നുകൂടിയാണ്. അപകട കാരണം തേടി വിശദമായ അന്വേഷണം നടക്കുകയാണ്. സാങ്കേതിക തകരാറാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിലേക്ക് നയിക്കുന്ന തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. പൈലറ്റിൽ നിന്നും കോ പൈലറ്റിൽ നിന്നും ലഭിച്ച അവസാന വാക്കുകൾ പ്രകാരമാണ് സാങ്കേതിക തകരാറ് മൂലമാണ് അപകടമുണ്ടായതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചത്. അപകടത്തിൽ പെടുമ്പോൾ വിമാനത്തിൻ്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിച്ചില്ല. ലാൻഡിംഗ് വീലുകൾ അടക്കം ഉള്ളിലേക്ക് എടുത്തിരുന്നില്ല. ഇതോടെ എൻജിൻ തകരാറിലേക്കാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധർ ഈ ഒരു അപകടത്തെ ബന്ധിപ്പിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. പൈലറ്റ് അപകടത്തിന് തൊട്ട് മുൻപ് തന്നെ അപായ സന്ദേശം അയച്ചിരുന്നു. ഇതെല്ലാം എൻജിൻ തകരാറിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് തകരാർ ഉണ്ടായിരിക്കാമെന്നും ഇതിനെ തുടർന്ന് വീണ്ടും ലാൻഡ് ചെയ്യാൻ പൈലറ്റ് ശ്രമിച്ചിരിക്കുകയാണെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. തകർന്നു വീഴുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് വിമാനത്തിൻ്റെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ കോൾ വരുന്നത് ഇതിന് പിന്നാലെയാണ്. ഇതിനുശേഷം ഏവിയേഷൻ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് പൈലറ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. തൊട്ടു പിന്നാലെ വിമാനം മേഘാനി നഗറിലെ കെട്ടിടങ്ങൾക്കടുത്തേക്ക് തകർന്നു വീഴുകയായിരുന്നു. വലിയ സ്ഫോടന ശബ്ദത്തോടെയാണ് വിമാനം വീണതും തീഗോളമായി മാറിയതും. എയർ ട്രാഫിക് കൺട്രോൾ റൂമുകളെ എപ്പോഴും ഭീതിപ്പെടുത്തുന്ന ഒരു വാക്കാണ് മെയ്ഡേ കോൾ. അതായത് സദാ ജാഗരൂകരായിരിക്കുകയാണെങ്കിൽ പോലും നെഞ്ചിടിപ്പേറ്റുന്ന വാക്ക്. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ദുരിത സിഗ്നലാണ് മെയ്ഡേ കോൾ. വിമാനവും കപ്പലും ദുരന്തത്തിൽ പെടുമ്പോഴാണ് ഈ സന്ദേശം സാധാരണ പുറപ്പെടുവിക്കാറ്. 1920കളിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. ലണ്ടനിലെ ക്രോയ്ഡോൺ വിമാനത്താവളത്തിൽ റേഡിയോ ഓഫീസറായിരുന്ന ഫ്രെഡറിക് സ്റ്റാൻലി മോക്ക്ഫോർഡ് ആണ് ആദ്യമായി ഈ പദം ഉപയോഗിച്ചത്. ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് ഉടലെടുത്തത്. എന്നെ സഹായിക്കൂ എന്ന അർത്ഥം വരുന്ന ഫ്രഞ്ച് വാക്കാണ് മെയ്ഡർ. ഇതാണ് പിന്നീട് മെയ്ഡേ കോളായി മാറിയത്. വൈമാനികർക്കും നാവികർക്കും വേഗത്തിൽ മനസ്സിലാക്കുന്നതിനാണ് ഇങ്ങനെ ഒരു പദം ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് 1923 പൈലറ്റുമാർക്കും നാവികർക്കുമുള്ള അന്താരാഷ്ട്ര റേഡിയോ ആശയവിനിമയത്തിൻ്റെ ഭാഗമായി ഈ വാക്ക് മാറുകയായിരുന്നു. 1927 ഔദ്യോഗികമായി ഈ വാക്ക് അംഗീകരിക്കപ്പെട്ടത്. മെയ്ഡേ എന്ന പൈലറ്റ് തുടർച്ചയായി 3 തവണ പറയുന്നുണ്ടെങ്കിൽ ജീവൻ അപകടത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അടിയന്തരമായി സഹായം ലഭ്യമാക്കണം എന്നും ഇത് സൂചിപ്പിക്കുന്നു. മറ്റ് റേഡിയോ ട്രാഫിക്കുകളെല്ലാം ഈ വേളയിൽ പ്രവർത്തനം അവസാനിപ്പിക്കണം. എയർ ട്രാഫിക് കൺട്രോൾ മെയ്ഡേ കോളുകൾക്ക് ആദ്യ പരിഗണന നൽകണം. ഈ വേളയിൽ വിമാനം എവിടെയാണ്, എന്ത് പ്രശ്നമാണ് നേരിടുന്നത്, എത്ര പേർ വിമാനത്തിലുണ്ട്, എന്ത് സഹായമാണ് ആവശ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വേളയിൽ പൈലറ്റ് ATCക്ക് കൈമാറണം. ദ്രുതഗതിയിൽ സഹായ സംഘങ്ങൾ സംഭവസ്ഥലത്തേക്ക് എത്താനുള്ള നടപടികൾ ഈ വേളയിൽ സ്വീകരിക്കണം. അടിയന്തര സഹായം, എൻജിൻ തകരാർ, തീപിടുത്തം, നിയന്ത്രണം നഷ്ടപ്പെടൽ എന്നീ ഘട്ടങ്ങൾ നേരിടുമ്പോഴാണ് സാധാരണ പൈലറ്റുമാർ മെയ്ഡേ കോൾ ഉപയോഗിക്കുക. ഇതിന് പിന്നാലെയുള്ള നീക്കങ്ങൾ നടത്തുന്നത് ATC അഥവാ എയർ ട്രാഫിക് കൺട്രോൾ റൂമാണ്. അതായത് ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നതിനായി സജ്ജമായിരിക്കും അവർ. വിമാന യാത്രക്കാർക്ക് അപകടമുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന സജ്ജീകരണങ്ങൾ നടത്തുന്നതും ATC വഴിയാണ്. മെയ്ഡേ എന്ന വാക്ക് അപായ സൂചന ആയതുകൊണ്ട് തന്നെ നെഞ്ചിടിപ്പോടെയാണ് ATC കേൾക്കുന്നതും. പൈലറ്റുമാർ വിറയോടെ പറയുന്ന വാക്കും ഇതുതന്നെ.